പ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ബി.ജെ.പിയുടെ അപ്രമാദിത്വമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. അവിടെ അല്പം മുമ്പുണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം കർണാൽ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു. ബി.ജെ.പിയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതകൾ മൂലം ഖട്ടാർ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്ത് നടക്കം വരികയും ചെയ്തത്. മുമ്പാണ് ബി.ജെ.പി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥിക്ക് പട്ടിക അവിടെ വരുന്നത്. അവിടെ കർണാൽ മണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ മുഖ്യമന്ത്രി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുറത്തു വരുന്നത്. നായബ് സിംഗ് സൈനി അവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹരിയാനയിലെ ഫലസൂചനകൾ വരുമ്പോൾ ഹരിയാനയിലെ ഫലസൂചനകളും ഏതാണ്ട് ബി.ജെ.പിക്ക് എൻ.ഡി.എ സഖ്യത്തിന് നിർണായകമായ നേട്ടങ്ങൾ നൽകുന്നു. 10 സീറ്റുകളും ഹരിയാന ബി.ജെ.പിക്ക് നൽകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഫലസൂചനയാണ് വരുന്നത്. അതിന്റെ ആവർത്തനമാണ്. കഴിഞ്ഞ തവണത്തെ ആവർത്തനം ഇത്തവണയും സംഭവിക്കുന്നു. 10 സീറ്റുകളും ബി.ജെ.പിക്ക് സമ്മാനിക്കുന്നു. ഈ രാഷ്ട്രീയ ചാഞ്ചാട്ടങ്ങളൊന്നും രാഷ്ട്രീയ നാടകങ്ങളൊന്നും അവിടെ ബാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ജെ.ജെ.പിയുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് നടന്ന ഒരു സർവേ കൂടി ആയിരിക്കണം അപർണ ഇത്. കാരണം ജെ.ജെ.പിയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആ രീതിയിലുള്ള വലിയ ഒരു സന്തോഷം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായതാണ്. ഈ ക്യാമ്പിൽ ഉണ്ടാകുന്ന ഈ അഭിപ്രായ ഭിന്നതകൾ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കും. 3 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചാണ് ജെ.ജെ.പി മുന്നണി വിടുന്നതും. ജെ.ജെ.പിയുടെ 5 എം.എൽ.എമാർ ബി.ജെ.പിക്കൊപ്പം ചേരുന്നതും നിയമസഭാ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കുകയും മറ്റും ചെയ്യുന്നത്. നിർണായകമായ രാഷ്ട്രീയ നീക്കം ഹരിയാനയിൽ നടക്കുന്നുണ്ട്. മനു, ഹരിയാന പ്രവചിക്കുന്നത് 10 സീറ്റുമാണ് ബി.ജെ.പിക്ക്. കഴിഞ്ഞ തവണത്തെ കാര്യങ്ങളിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. ഹരിയാന ഇപ്പോഴും എൻ.ഡി.എയുടെ ബി.ജെ.പിയുടെ ഉറച്ച കോട്ടയായി മാറുകയാണോ? യെസ് രഞ്ജിത്ത്, ഹിന്ദി ഹൃദയഭൂമിയിൽ തങ്ങൾക്ക് വലിയ ആധിപത്യമുണ്ട് എന്ന ബി.ജെ.പിയുടെ അവകാശവാദത്തെയാണ് ഹരിയാനയിൽ നിന്നുള്ള ചിത്രം നമുക്ക് നൽകുന്നത്. ഏതായാലും കഴിഞ്ഞ തവണ 58.2% വോട്ടുകളോടുകൂടിയാണ് ബി.ജെ.പിയുടെ എൻ.ഡി.എ സഖ്യം അവിടെ അധികാരത്തിലെത്തിയത്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും 28.78% വോട്ട് മാത്രമേ അവിടെ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരുന്നുള്ളൂ. INLD ആകട്ടെ 1.89% വോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഈ INLD ആകട്ടെ രണ്ടായി പിളരുന്നു. അങ്ങനെയാണ് ഈ പുതിയ ജെ.ജെ.പി പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സാഹചര്യം ഇപ്പോൾ കൂടുതൽ എൻ.ഡി.എക്ക് അനുകൂലമായ ഒരു സാഹചര്യമായി മാറിയിരിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ ഒരു മാറ്റം തുടങ്ങുന്നത് 2019 2014 ബി.ജെ.പിക്ക് അവിടെ ഉണ്ടായിരുന്ന 34% വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതേസമയം അവിടുത്തെ ഒരു പ്രബല രാഷ്ട്രീയ കക്ഷിയായിരുന്നു INLD. എന്നാൽ INLD പിളരുന്നു. ദുഷ്യന്ത് ചൗട്ടാലയുടെ നേതൃത്വത്തിൽ ജെ.ജെ.പി രൂപീകരിക്കുന്നു. അത് ബി.ജെ.പി 24.36% വോട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായിരുന്നു INLD അവിടുത്തെ. അത് 2019 ആകുമ്പോഴേക്കും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും 1.89% വോട്ടിലേക്ക് താണിരിക്കുന്നു. മറ്റ് കക്ഷികൾ കോൺഗ്രസിന് അവിടെ അവരുടെ ആധിപത്യം ചെറിയ തോതിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 28.78%. പക്ഷേ ഈ 10 സീറ്റിൽ 28.78% വോട്ടുമായി കോൺഗ്രസിന് കാര്യമായി പിടിച്ചു നിൽക്കാൻ ആകില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇപ്പോഴവിടെ ഉണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുതിയ നായബ് സിംഗ് സാനിയുടെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ബി.ജെ.പിക്ക് കൂടുതൽ കരുത്തു പകരുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റീഡിങ്ങുകളും വരുന്നത്. ജാട്ട് സമുദായത്തിനിടയിൽ നിന്ന് ബി.ജെ.പിക്കുള്ള കാര്യമായ പിന്തുണ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ ഈ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ശക്തിയും വർദ്ധിക്കുന്നു. പാർട്ടിയാണ് ഈ ഇത്തരത്തിൽ പിളർന്ന് ഈ ഒരു ചെറിയ 2019 വളരെ ചെറിയൊരു വോട്ടിംഗ് ശതമാനത്തിലേക്ക് വന്നത്. അവിടെ നമുക്കറിയാം ജാതി സമവാക്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. അപ്പോൾ ഈ ജെ.ജെ.പിയുമായി കൂട്ടുകൂടുമ്പോൾ ബി.ജെ.പി ലക്ഷ്യം വെച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ അവരെ പോലും പിളർത്തിക്കൊണ്ട് ബി.ജെ.പി അധികാരത്തെത്തുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ എത്രത്തോളം സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട്? മാറി നിൽക്കുന്ന ബി.ജെ.പിയിൽ നിന്ന് അകലുന്ന സമുദായങ്ങളെ ഏത് തരത്തിൽ സ്വാധീനിക്കാൻ ഈ പുതിയ നീക്കങ്ങൾക്ക് സാധിക്കും മനു? അല്ല, പ്രധാനമായും ഹിന്ദി ഹൃദയഭൂമിയിൽ നമുക്ക് ഈ മോദി തന്നെയാണ് പ്രധാന തിരഞ്ഞെടുപ്പ് താരം. അപ്പോൾ ക്യാമ്പയിൻ സ്റ്റാർ എന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. മാത്രവുമല്ല ഈ ഹരിയാന ഡൽഹിയുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും അടുത്തുള്ള പ്രഭാവം അങ്ങോട്ടേക്ക് വരുന്നു. അവിടെ ആകെ ഒരു ചെറിയ ഒരു ആശങ്കയ്ക്ക് വഴി നൽകാനുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ ഈ കർഷക സമരം രണ്ടാമതും തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അത് എങ്ങനെ അവിടെ ഓവർകം ചെയ്യാൻ ബി.ജെ.പി കഴിയുന്നു എന്നാണ്. ഏതായാലും ഈ ഹരിയാനയിൽ നിന്ന് വലിയ തോതിൽ അത് ഈ കർഷക
മേഖലയിൽ നിന്നുള്ള ഈ പ്രശ്നങ്ങൾ BJPയുടെ വോട്ട് ബാങ്കിനെ പക്ഷേ ഈ ഖട്ടർ മുഖ്യമന്ത്രിയായി തുടരും എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ആ സമയത്ത് മുഴുവൻ വന്നിരുന്നത്. JJPയുമായി സഖ്യം എങ്ങനെ തകർന്നു എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ വിശദീകരണങ്ങളൊന്നും ഉണ്ടായതുമില്ല. പക്ഷേ ഖട്ടർ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെന്ന് ഇപ്പോഴിതാ തീരുമാനമായിരിക്കുന്നു. പുതിയ മുഖ്യമന്ത്രിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു ആശയക്കുഴപ്പം പോലും വോട്ടർമാരെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഉണ്ടാവുകയില്ല എന്നൊരു ആത്മവിശ്വാസമുണ്ടോ? കോൺഗ്രസ് ഇതിനെല്ലാം പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഒരു വശത്ത് പുറത്തിറക്കുകയും ചെയ്യുന്നു. അല്ല, സ്വാഭാവികമായും അത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാദേശിക വിഷയങ്ങൾ ഈ ഹൃദയഭൂമിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കണ്ട് പ്രതിഫലിക്കുന്നില്ല എന്നത് ഒരു വലിയ നേട്ടമായിരിക്കും. അത് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ മാത്രമല്ല, നമ്മൾ കേരളത്തിലെടുത്താൽ പോലും ഈ സംസ്ഥാന സർക്കാരിന് വോട്ട് ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് വളരെ വ്യത്യസ്തമായാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത്. അത് കൂടുതലും ഒരു ദേശീയ പെർസ്പെക്റ്റീവോടുകൂടിയുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഈ ഹരിയാനയിലും ഈ ദേശീയ തലത്തിലേക്കുള്ള അല്ലെങ്കിൽ പാർലമെന്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന വോട്ടിംഗ് പാറ്റേൺ കുറെ കൂടി BJPക്ക് ഗുണം ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ INLDയോ അല്ലെങ്കിൽ JJPയോ ഒരു ദേശീയ ശക്തിയാണ് എന്ന ധാരണ ജനങ്ങൾക്ക് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് BJPക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഗുണം ചെയ്യും. പക്ഷേ മറ്റു തെരഞ്ഞെടുപ്പുകളിൽ അതെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വരാനിരിക്കുമ്പോൾ കാണാൻ. പക്ഷേ ദീപേന്ദർ ഹൂഡയൊക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമൊക്കെയാണ്. അതായത് ജനങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ജനങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഹരിയാനയിൽ, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയുന്നു. അപ്പോഴും നമ്മുടെ സർവേ വരുന്നത് പൂർണ്ണമായും കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കും. 10 സീറ്റ് BJPക്ക് നൽകുകയാണ്. കോൺഗ്രസിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്താകും എന്നുകൂടിയാണോ? കോൺഗ്രസ് ചെറിയ ശക്തിയല്ല അവിടെ. കോൺഗ്രസിനും അത്യാവശ്യം സ്വാധീനമുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഈ ഹരിയാന എന്ന് മനസ്സിലാക്കണം. പക്ഷേ BJPയുടെ പലവിധ നീക്കങ്ങളും ഹരിയാന അവർക്കൊപ്പം എത്തിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കർഷക സമരം പോലും അതിർത്തിയിൽ സംഭവിക്കുന്നതാണ്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സംഭവിക്കുന്നത്. അവിടെ മരണം പോലും സംഭവിച്ച പശ്ചാത്തലമുണ്ട്. ഈ JJP ഒപ്പമുള്ളതായിരുന്നു BJPയുടെ ആശ്വാസം, അല്ലേ മനു? അത് ഇപ്പോൾ അവർ മാറി നിൽക്കുന്നു. അവരെ ചതിച്ചു എന്ന ഫീൽ അവർക്ക് വരുന്നു. അവരുടെ 5 MLA-മാരെ ഒപ്പം കൂട്ടിയുള്ള ഒരു രീതി അതെങ്ങനെ വോട്ടിംഗിൽ പ്രതിഫലിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഈ 10 പറയുമ്പോൾ പ്രധാനമായും ഈ ഹിസാർ മേഖല, അതുപോലെ ഈ ഹിസാർ മേഖലയിൽ ഈ ഒരു പ്രശ്നം വരാനിരിക്കുന്നുണ്ട്. ഭിവാനി മഹേന്ദ്രഗഡ് മേഖലകളിലും ഈ സഖ്യം അത് എങ്ങനെ പ്രതിഫലിക്കും എന്ന് കാണാനിരിക്കുന്നു. ഈ 2 പ്രദേശങ്ങളാണ് പ്രധാനമായും BJPയെ സംബന്ധിച്ചിടത്തോളം. ഈ 2 മേഖലകൾ ഹിസാറും അതുപോലെ ഭിവാനി മഹേന്ദ്രഗഡും, ഈ 2 മേഖലകളിൽ ആണ് പ്രധാനമായും ഈ സഖ്യം പിളരുമ്പോൾ BJPക്ക് എന്തെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള കണക്കുകൂട്ടൽ BJPക്കുള്ളത്. പക്ഷേ നമ്മുടെ സർവേ ഫലം ഒരുപക്ഷെ അതിൻ്റെ മുന്നേ വന്നതുകൊണ്ട് ആ വിഷയങ്ങൾ പരിഗണിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഇത് ഓവർകം ചെയ്യാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണ് NDA നേതൃത്വത്തിനുള്ളത്. ഏതായാലും ആത്മവിശ്വാസം NDAയ്ക്കുണ്ട്. 10ൽ 10 എന്ന കണക്കും സർവേയുമായി ബന്ധപ്പെട്ട് ഹരിയാനയിൽ BJPക്ക് നൽകുന്നുണ്ട്. ഇതുവരെ 138 സീറ്റുകളുടെ ഫലം വന്നപ്പോൾ 83 സീറ്റുകളിലാണ് NDA സഖ്യം മുന്നിലുള്ളത്. സർവേ ഫലമായി 83 സീറ്റുകൾ കിട്ടിയേക്കാം. 51 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം അവർ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നു. അതിൽ ഭൂരിഭാഗം സീറ്റും നൽകിയിരിക്കുന്നത് തമിഴ്നാടിന്റെ ഭാഗത്ത്.